പ്രിയദർശിനി പദ്ധതി യാഥാർത്ഥ്യമായതോടെ സ്വകാര്യ ബസ് മേഖല അടച്ചുപൂട്ടൽ ഭീഷണിയിലാണ്. ഹൈറേഞ്ച് മേഖലയിലാണ് ഏറ്റവും വലിയ തിരിച്ചടി ഉണ്ടായിരിക്കുന്നത്. സ്വകാര്യ ബസ്സുകളുടെ വരുമാനത്തിൽ വലിയ ഇടിവാണ് ഉണ്ടായിരിക്കുന്നത്. ഹ്രസ്വദൂരം ഓടുന്ന ബസ്സുകളെയാണ് കൂടുതലും പ്രതികൂലമായി ബാധിച്ചിരിക്കുന്നത്. സർക്കാർ പദ്ധതി ആരംഭിച്ചതോടെ ഹൈറേഞ്ചിലെ ബസ് ഉടമകൾ വലിയ കടക്കണിയിലേക്കും അകപ്പെട്ടു കഴിഞ്ഞു. ഹൈറേഞ്ചിന്റെ ചരിത്രവും സംസ്കൃതിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന മേഖലയാണ് സ്വകാര്യ ബസ് മേഖല. ഹൈറേഞ്ചിന്റെ പ്രാരംഭകാലം മുതൽ ജനങ്ങൾക്ക് സേവനം നൽകിയിരുന്നത് സ്വകാര്യ ബസ് മേഖലയാണ്. KSRTC ഹൈറേഞ്ചിന്റെ നിരത്തുകളിലെത്തിച്ച് 20 വർഷത്തിൽ താഴെ ആയിട്ടുള്ളൂ. പല പ്രതിസന്ധികളെയും അഭിമുഖീകരിച്ചാണ് ഹൈറേഞ്ചിൽ സ്വകാര്യ ബസ്സുകൾ മുന്നോട്ടു പോയത്. ഈ വ്യവസായം നഷ്ടത്തിലായതിനാൽ പ്രാരംഭകാലത്തുണ്ടായിരുന്ന പലരും സ്വകാര്യ ബസ് മേഖലയെ കൈവിട്ടു. എന്നാൽ ചിലർ ഇന്നും നഷ്ടത്തിലാണെങ്കിലും ഈ വ്യവസായം തുടരുകയാണ്. ഇതിനിടയിലാണ് സർക്കാർ പ്രിയദർശിനി പദ്ധതി ആവിഷ്കരിച്ചത്. യാത്രക്കാരിൽ ഭൂരിഭാഗവും സ്ത്രീകളാണ്. സർക്കാർ പദ്ധതി വന്നതോടെ സ്ത്രീകൾ പ്രിയദർശിനിയിലേക്ക് മാറി. ഇതോടെ ഹ്രസ്വദൂര ബസ്സുകളുടെ വരുമാനം 4-1 ചുരുങ്ങി. ജീവനക്കാരുടെ സഹകരണം ഒന്നുകൊണ്ട് മാത്രമാണ് ഇപ്പോഴും സ്വകാര്യ ബസ് ഓടിക്കാൻ കഴിയുന്നത്. 70% യാത്രക്കാർ സ്ത്രീകളാണെന്നുള്ള വസ്തുത നമ്മൾ ഓർക്കണം. പ്രൈവറ്റ് ബസ്സുകൾ എങ്ങനെ മുന്നോട്ട് പോകും? നമുക്കൊരു കാരണവശാലും മുന്നോട്ട് പോകാവുന്ന ഒരു രീതിയല്ല, പഴയ രീതിയല്ല. ഇന്ന് ഒരു ബസ് നിരത്തിലിറങ്ങണമെന്നുണ്ടെങ്കിൽ വൻ മുതൽ മുടക്ക് വേണം. ഏതാണ്ട് 45-50 ലക്ഷം രൂപയാണ് ബസ്സിൻ്റെ വില. ബാക്കിയുള്ള ചിലകൂടെ വരുമ്പോൾ 60-65 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ഒരു ബസ് റോഡിലോടുകയുള്ളൂ. അത് എല്ലാവരും കയ്യിൽ നിന്ന് പൈസ ഉണ്ടാക്കി കയ്യിലെ പൈസ കൊടുത്ത് മേടിക്കുന്നതല്ല. ഫൈനാൻസും ബാക്കിയുള്ള ബാധ്യതകളുമായി ഒരു തൊഴിൽ മേഖല അല്ലെ ഒരു വ്യവസായം എന്നുള്ള രീതിയിലാണ് ഇത് ചെയ്യുന്നത്. പദ്ധതി മൂലം പ്രൈവറ്റ് ബസ് മേഖലയ്ക്ക് ഉണ്ടായിട്ടുള്ള തകർച്ചയും നാശവും എന്താണെന്ന് പഠിച്ച് അത് ഉണ്ടാകാതെ ഈ വ്യവസായം നിന്നു പോകാതിരിക്കാനുള്ള കരുതലും അതിനുള്ള പിന്തുണയും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം എന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. വലിയ ബാധ്യതയിലാണ് ഓരോ സ്വകാര്യ ബസ്സുകളും ഇപ്പോൾ ഓടുന്നത്. ഈ മേഖല കൂടുതൽ പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണ്. വലിയ രീതിയിൽ ധനസഹായം വാങ്ങിയാണ് വ്യവസായം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതിനാൽ മാസം തോറും വലിയ തുക CC ഇനത്തിൽ കണ്ടെത്തണം. തൊഴിലാളികൾക്ക് ശമ്പളവും നൽകണം. എന്നാൽ ഇപ്പോൾ സ്വന്തം കൈയുള്ള പണമെടുത്ത് നൽകേണ്ട അവസ്ഥയിലാണ് ബസ് ഉടമകൾ. പ്രിയദർശിനി സമയം പാലിക്കാതെ ഓടുന്നതും തിരിച്ചടിയായിരിക്കുകയാണ്. സർക്കാർ പ്രശ്നപരിഹാരം ഉണ്ടാക്കിയില്ലെങ്കിൽ ആത്മഹത്യയല്ലാതെ മറ്റൊരു മാർഗമില്ലെന്നാണ് ബസ് ഉടമകൾ പറയുന്നത്. ഇടുക്കി വിഷൻ ന്യൂസ്, കട്ടപ്പന.